ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് ഫീലിംഗ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കാം ആദ്യമേ, അതിനുശേഷം ഫീലിങ്സ് നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. അതായത് വളരെ കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ അനുസരിപ്പിക്കാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. ഇനി നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് ആണ് നോക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഇനിയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഈഗോയുടെ പേരിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വഭാവം കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. കാരണം എന്തിനും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യത്തിന് ചെറിയ ചെറിയ പിണക്കങ്ങൾ ഉണ്ടാവുന്നുണ്ടായിരിക്കാം. അപ്പം ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളുള്ള ഫീലിങ്സ് നോക്കുമ്പോൾ ഇതിനെല്ലാം ഒരു ചേഞ്ച് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നു. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്മൂത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെ അതിനൊരു ഫ്യൂച്ചർ വേണം എന്നുള്ളതാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മേ ബി ഈ ഒരു പേഴ്സൺ വളരെ കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു വ്യക്തിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു പേഴ്സൺ ആയിരിക്കാം. അന്നൊന്നും ആ ഒരു വ്യക്തിയുടെ കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിൽ കൂടുതൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ അവരുടെ സ്നേഹമോ അവരുടെ സമയമോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഈ ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതാണ് കാണുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. എന്തായാലും നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എങ്ങോട്ട് പോകണം, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു പേഴ്സണ് മേ ബി വളരെയധികം കാണാൻ നല്ലൊരു പേഴ്സൺ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം ഉയരമുള്ള ഒരു വ്യക്തി ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും രണ്ട് സിറ്റിയിലായിരിക്കാം ജീവിക്കുന്നത്. എന്തായാലും നിങ്ങൾ തമ്മിലൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്നാണ് കാണുന്നത്. ഈ ഒരു സമയം അവരുടെ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഇപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളെ വിട്ടിട്ട് അവർക്ക് പോകാനായിട്ട് കഴിയുകയില്ല. ആ ഒരു എനർജിയാണ്. പക്ഷെ അവരുടെ ആ ഒരു ഈഗോ, അവരുടെ സ്നേഹമോ ഇമോഷൻസോ ഒന്നും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്.
അതുപോലെ തന്നെ വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ മറ്റാരോടെങ്കിലും മിണ്ടുന്നതോ സംസാരിക്കുന്നതോ ഒന്നും തന്നെ ഈ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ടായിരിക്കുകയില്ല. വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, വളരെയധികം കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം ഈ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സാഡാണെന്നാണ് കാണുന്നത്. മേ ബി നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് നിങ്ങൾ ഇത്രയും നാൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരാൾ കൂടുതൽ സ്നേഹം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ അതേ അളവിലുള്ള ആ ഒരു സ്നേഹം തിരിച്ചു നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ കറണ്ട് ഫീലിങ്സ് നോക്കുമ്പോൾ എനിക്ക് അതാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ എത്രയാണോ സ്നേഹം കൊടുക്കുന്നത് ആ ഒരു സ്നേഹം തിരിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനിയെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം വാല്യുബിൾ ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു കമ്മിറ്റ്മെന്റ് തരണമെന്ന് ആഗ്രഹിക്കുന്നു. മേ ബി ഈ ഒരു പേഴ്സൺ ഒരു ബിസിനസ്മാൻ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സ്വന്തം അധ്വാനം കൊണ്ട് തന്നെ, സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് തന്നെ ഈ ഒരു നിലയിൽ എത്തിയ ഒരു മനുഷ്യനായിരിക്കാം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അതായത് വളരെയധികം ലക്ഷറീസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഒരു ബിസിനസ്മാൻ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നു. എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല, പക്ഷെ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ്. വളരെയധികം പൊസസീവ്നെസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം എന്തിനും ഏതിന്. എന്തായാലും ഈ ഒരു പേഴ്സൺ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ്, അബ്രോഡ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ആണ്. വളരെയധികം പൊക്കം കൂടിയ ഒരു മനുഷ്യനാണ്. എന്തായാലും നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയം. കാരണം ഇപ്പോൾ കുറച്ച് നിങ്ങളോട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊരു വഴക്കൊക്കെ കൂടി മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തിക്ക് വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇനി നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് കൂടെ നമുക്ക് നോക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജ് നോക്കുമ്പോൾ 4 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നത്. ഇതും 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്, കറണ്ട് ഫീലിങ്സ്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല. അതുപോലെ തന്നെ നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷെ അതൊന്നും അവർ പ്രകടിപ്പിക്കുന്നുമുണ്ടാവില്ല. വളരെയധികം പൊസസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഒരുക്കമല്ല. കാരണം നിങ്ങളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. വിട്ടുകളയാനും ഒരുക്കമല്ല, നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അവർ ഇടപെടുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ ലൈഫിൽ, അവരുടെ ലൈഫിൽ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയാണ്. ഈ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറീസിനുള്ളിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ടും ഇറങ്ങി വരാനായിട്ട് റെഡിയല്ല എന്നുള്ളതാണ് കാണുന്നത്. കാരണം ആ ഒരു വ്യക്തിയുടെ ഈഗോ അതിന് സമ്മതിക്കുന്നുണ്ടാവില്ല. അതായത് കൂടുതൽ സ്നേഹം തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കൂടുതൽ ആ ഒരു വ്യക്തിയുടെ സ്നേഹം തന്നു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ചെറുതായി പോകുമോ എന്നുള്ള ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പം എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബൗണ്ടറീസിനുള്ളിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് പൂർണ്ണമായിട്ട് ഇറങ്ങി വരാനായിട്ട് ആ ഒരു വ്യക്തിക്ക് കഴിയുന്നില്ല. അത് മേ ബി ആ ഒരു വ്യക്തിയുടെ ഈഗോ ആയിരിക്കാം. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സൺ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള വ്യക്തിയായിരിക്കാം.
അപ്പം ഒരുപാട് ഓപ്ഷൻസ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് അവർക്ക് കഴിയുകയില്ല. നിങ്ങളുമായിട്ട് എന്തൊക്കെയോ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ അത് മേ ബി ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ വിട്ടിട്ട് പോകാനായിട്ട് കഴിയാത്തത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഡിഫറൻസസ് ഉള്ള വ്യക്തികളായിരിക്കാം. മേ ബി കാസ്റ്റ് ഡിഫറൻസ് ആയിരിക്കാം, മണി സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൊസൈറ്റി അംഗീകരിക്കാത്തക്ക രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ല ഏജ് ഡിഫറൻസ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് നൽകാനായിട്ട് റെഡിയാണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ യൂണിവേഴ്സിന് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് തരാനുള്ളതെന്ന് നോക്കാം. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മേ ബി നിങ്ങൾ ബിസിനസ് ഐഡിയാസ് ഒക്കെ ഉള്ള പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് കാണുന്നു. നിങ്ങൾ കരിയറിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെ ലൈഫിന് ഗ്രോത്ത് ഉണ്ടാകുന്ന ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുക. അല്ലെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണോ വേണ്ടത് അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും, അതായത് ആ ഒരു വ്യക്തിക്കും ഒരു ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കും കുറച്ച് ഈഗോ ഉണ്ടായിരിക്കാം. അപ്പൊ അത് കാരണം നിങ്ങളുടെ ഈഗോ ആ ഒരു വ്യക്തിയുടെ ഈഗോയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വെക്കുക ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതെല്ലാം മാനിഫെസ്റ്റ് ചെയ്ത് നേടാവുന്നതാണ്. അത് മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ആയിരിക്കാം, ഒരു അബണ്ടൻസ് ആയിരിക്കാം. അതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ അല്ലെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് എന്തോ അത് നിങ്ങളിലേക്ക് വളരെ വേഗം വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അത് മേ ബി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലായിരിക്കാം. എന്തായാലും ഒരു അബണ്ടൻസ് ആണ് കാണുന്നത്. ക്ലൂസും കൂടി നോക്കാം. മിഥുനം 2002, 44, ക്രിക്കറ്റ്, കർക്കിടകം, ബേക്കർ, ഉത്രട്ടാതി നക്ഷത്രം, സെൻസിറ്റീവ്, മൺഡേ, ഫെബ്രുവരി, ഏപ്രിൽ, ഇൻഡിഗോ, വിശാഖം, ഇടുക്കി, 1990, മെഡിക്കൽ ഫീൽഡ്, ബട്ടർഫ്ലൈസ്, 1976, within 48 hours, health issues, 3 weeks, Delhi, 53, number 13, 17, 47, social media, 1 week, rose flower, emotional, grey color, 1989, 25, 33, 1977, 1994, 1 month, 1984, October, 1995, music, letter A, letter U, letter G, 1979, മലപ്പുറം, എറണാകുളം, ഭരണി നക്ഷത്രം, ഇടവം, letter I, letter R, number 2, അനിഴ നക്ഷത്രം, സോഷ്യൽ മീഡിയ, ട്രിവാൻഡ്രം, ഉത്രാടം, 1975, 2 months, long hair, gardening, 1996, 27, കാസർഗോഡ്, കൊല്ലം.